ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അഖിലിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഐശ്വര്യ ആണെങ്കിൽ അരുണിനെ വിളിക്കുന്നുണ്ട്. അരുണോടാണെങ്കിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ വീട്ടിലാണ്, ശ്രീകുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ ആരുമില്ല എന്നൊക്കെ പറയുന്നു. ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഐശ്വര്യ ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനെന്ന് പറയുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഐശ്വര്യ ഫോൺ വെച്ചതിന് ശേഷം വസുന്ധരാമയോട് പറയുന്നുണ്ട്. അരുണിനാണെങ്കിൽ കുറച്ച് കൂടുന്നുണ്ട്. ശ്രീകുട്ടിയോട് ഭയങ്കര സ്നേഹമാണ്, എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഫോൺ വെച്ചതിന് ശേഷം ശ്രീകുട്ടി അരുണിനോട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നുവെന്ന്. ശ്രീകുട്ടിയോടാണെങ്കിൽ അരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്റെ മടിയിൽ കിടന്നുറങ്ങിക്കോളാനെന്ന്. മോള് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ശ്രീകുട്ടിയാണെങ്കിൽ മടിയിൽ കിടക്കുന്നു. അശ്വതിയാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അശ്വതിക്ക് അതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നു. ശ്രീകുട്ടി അരുണിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. അശ്വതി വിചാരിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനാണെങ്കിൽ അച്ഛന്റെ സ്നേഹം എങ്ങനെയെങ്കിലും കിട്ടിയല്ലോ എന്നൊക്കെ. അതിനുശേഷം അശ്വതി മാറി നിന്നിട്ട് അഖിലിനെ ഫോൺ ചെയ്യുന്നു. അഖിലിനോടാണെങ്കിൽ അരുൺ ഇവിടെയുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അരുണെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അഖിലാണെങ്കിൽ ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അഖിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അശ്വതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അഖിലാണെങ്കിൽ അരുണിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ എന്നൊക്കെ. അരുൺ അപ്പോൾ ശ്രീകുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് അശ്വതി ചേച്ചി എന്നെ ഫോൺ വിളിച്ചിരുന്നു. മോള് വീട്ടിൽ തന്നെ ഉള്ളെന്നാണ് പറഞ്ഞത്. അവർക്കും അവിടെ എന്തോ ആർക്കോ ബന്ധുക്കൾക്കാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അർജന്റായിട്ട് അങ്ങോട്ട് പോയെന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ പറയണം എന്തൊക്കെ അർജന്റ് ആയാലും മോളെ ഇങ്ങനെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകാമോ എന്നൊക്കെ. അഖിലാണെങ്കിൽ അരുണിനോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കോളാനെന്ന്. അശ്വതി ചേച്ചി വരുന്നിടം വരെ ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദിയേട്ടനും അശ്വതിയും തമ്മിലാണെങ്കിൽ ബന്ധമുണ്ടെന്ന് അറിയാമല്ലോ, എന്നിട്ട് നീയും ശ്യാമയും എന്തിനാണ് അശ്വതിയെ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അരുണേട്ടൻ എന്തിനാണ് ശ്രീകുട്ടിയെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അരുൺ അപ്പോൾ പറയണം ഈ മോളെ കാണുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നു, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അരുൺ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോകാം, മോളെ ആണെങ്കിൽ നന്നായിട്ട് നോക്കണം, അശ്വതിയോടുമാണെങ്കിൽ നന്നായിട്ട് നോക്കാനൊക്കെ പറയണമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ എന്നെ വിളിച്ചിരുന്നു, നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വീട്ടിലേക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്നും പോകുന്നു. അരുണിനെ യാത്രയാക്കാനാണെങ്കിൽ അഖിലും വെളിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വരണ്ട, മോൾ എഴുന്നേൽക്കുമ്പോൾ അടുത്ത് ആരുമില്ലെങ്കിൽ മോള് പേടിച്ചു പോകും, അതുകൊണ്ട് അടുത്തേക്ക് പോകാനെന്ന് പറയുന്നു. അഖിലാണെങ്കിൽ പൊക്കോളാമെന്നൊക്കെ പറയുന്നുണ്ട്. അരുൺ പോയതിനു ശേഷം അഖിലിനോട് അശ്വതി പറയുന്നുണ്ട് ഇന്ന് ശരിക്കും ഞാൻ പെട്ടുപോയേനെ എന്നൊക്കെ. എന്തായാലും അച്ഛന്റെ സ്നേഹമാണെങ്കിൽ എന്റെ ശ്രീകുട്ടിക്ക് ഇന്ന് കിട്ടി, അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു. ഞാനാണെങ്കിൽ ഇത്രയുമൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, ഇതിൽ കൂടുതൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അരുണിന്റെ ഐശ്വര്യയുടെ ഇടയ്ക്ക് ഞാനൊരു ശല്യമായിട്ട് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അഖിൽ അവിടെ നിന്നും ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അരുണും ഐശ്വര്യയുമാണെങ്കിൽ അഖിലിനെ കാണുന്നു. അഖിലിനോടാണെങ്കിൽ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ നിന്നെ ഓർത്തിട്ട് ഉറക്കം പോലുമില്ല, നീ ആണെങ്കിൽ അമ്മയൊന്ന് വന്ന് കാണണമെന്നൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഉറക്കമില്ലാത്തത് അമ്മയാണെങ്കിൽ ഓരോ പെൺകുട്ടികളെ നോക്കുന്നതായിരിക്കും, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, നീ ആണെങ്കിൽ അമ്മയൊന്ന് വന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു. അരുണും അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നതിലും കാര്യമുണ്ട്, അമ്മയെ വന്ന് കാണുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ എന്റെ ശ്യാമയും ആ വീട്ടിലേക്ക് അമ്മ വിളിക്കണം, അല്ലാതെ വരില്ല എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്